അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറഹ് ബഖറ 215 ആയത്ത് വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുതിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹുൽ ലക്കും വഅസാ അൻ تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون. كتب عليكم ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. കൂത്തിബ എന്ന് പറഞ്ഞിട്ട് ഹെവി ആക്കരുത്. കൂത്തീബ ലൈറ്റാക്കി കൊടുക്കുക കേട്ടോ. ഐനിൻ്റെ സൗണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വരുന്നത്. സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. ലാം കൊൽക്കല ലെറ്റർ ഇല്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. അപ്പോൾ ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് കിസ്റയാവുന്ന സമയത്ത് നമ്മുടെ നാവിൻ്റെ ബാക്ക് നമുക്ക് കൂടുതലായിട്ട് പൊക്കാൻ കഴിയില്ല. അപ്പോൾ അക്ഷരത്തിൻ്റെ സൗണ്ടിന് വൃത്തിയിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഖൈതാലു ഖൈതാലു വഹുവ കുർഹുൽ ലക്കും. കൂടെ അലിഫ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ഹാക്ക് വൊമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദാം ബിലാഗുനയുടെ അക്ഷരമായിട്ടുള്ള ലാമ് വന്നു. തെൻവീനിലുള്ള നൂനിനെ ലാമിലേക്ക് ലയിപ്പിച്ച് ഒന്ന കൊടുക്കാതെ ഓതാൻ ശ്രദ്ധിക്കുക. കുർഹുല്ലക്കും കുർഹുല്ലക്കും എന്ന് പറഞ്ഞിട്ട് മണിച്ചിട്ട് ഓതരുത്. വഹുവ കുർഹുല്ലക്കും അതുപോലെ ഓതാട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സിലയാണ് വന്നിട്ടുള്ളത്. അടുത്ത വേർഡുമായിട്ട് ചേർത്തി ഓതലാണ് ഉത്തമം. ഇനി നമ്മൾ അവിടെ വഖഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മീമിന് ഹാഫ് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വാവുച്ചരിക്കുമ്പോൾ ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. ഐനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാനും ശ്രദ്ധിക്കുക. സീനിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിലാണ്. 2 4 കൊണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. അതുപോലെ ഓതുക. കാഫ് സുക്കൂനാവുന്ന സമയത്ത് കുറച്ച് എയർ പാസ് ചെയ്യണ സൗണ്ട് കൊടുത്തിട്ട് വേണം ഉച്ചരിക്കാനായിട്ട്. തെഖ്റഹു അതുപോലെ ഓതുക കേട്ടോ. റോ ഫതഹയാണ് ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ഹ കൂടെ വാവ് മദ് വന്നു. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും. ഹംസക്ക് ഫതഹ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദാം ബിഗുനയുടെ അക്ഷരമായിട്ടുള്ള വാവ് വന്നു. തെൻവീനിലുള്ള നൂനിനെ വാവിലേക്ക് ലയിപ്പിച്ച് ഉന്നയോട് കൂടി ഓതിക്കൊടുക്കുക കേട്ടോ. ലയിപ്പിക്കും ചെയ്യുക. അതോടൊപ്പം തന്നെ ഉന്ന കൊടുക്കും ചെയ്യുക. ഷൈഅൻ വഹുവ അതുപോലെ ഓതുക കേട്ടോ. വാവുകൾ ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. ഖൈറുൽ ലക്കും. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. നാവിൻ്റെ ബാക്ക് നന്നായിട്ട് മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ട് തഫ്ഹീം ചെയ്യുക. റോക്ക് വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദാം ബിലാഗുനയുടെ അക്ഷരമായിട്ടുള്ള ലാമ് വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ ലാമിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്ന കൊടുക്കാതെ ഓതുക. ഖൈറുല്ലക്കും എന്ന് പറഞ്ഞിട്ട് മണിച്ചിട്ട് ഓതരുത്. ഖൈറുല്ലക്കും അതുപോലെ ഓതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വാവുച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്തിട്ട് പിടിക്കുക. ഐനിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാനും ശ്രദ്ധിക്കുക. സീനിൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത വേർഡിലായിട്ടാണ് ഹംസ വന്നിട്ടുള്ളത്. മദ് ജായിസ് മുൻഫസിൽ 2 4 കൊണ്ട് നീട്ടിയിട്ട് പാരായണം ചെയ്യുക കേട്ടോ. ഇനി നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള താ വന്നു. നൂൻ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. അൻ തുഹിബു നോതി പോവരുത്. അൻ തുഹിബു അതുപോലെ ഓതുക കേട്ടോ. എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്തു തന്നെ കൊണ്ടുവരിക. അക്സൽ ഹലക്കിൽ നിന്നും പുറപ്പെടുന്ന തൊണ്ടയുടെ അവസാന ഭാഗത്തിൽ നിന്നും പുറപ്പെടുന്ന ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ട് കൊടുക്കരുത്. ഹ ഹ ഈ 2 അക്ഷരങ്ങൾ തമ്മിലുള്ള സൗണ്ടിൽ വ്യത്യാസം നമ്മുടെ പാരായണത്തിലും കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ബാക്കി ശ്രദ്ധ വന്നു. 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. വാവുമദ്ദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഷൈഅൻ വഹുവ. ഹംസക്ക്
ഫതഹ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള വാവ് വന്നു. അപ്പോൾ തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ വാവിലേക്ക് ലയിപ്പിക്കും വേണം, നന്നായിട്ട് ഉന്ന കൊടുക്കും വേണം. ഷൈഅൻ വഹുവ അതുപോലെ ഓതാട്ടോ. ഹംസയുടെ ഫതഹയുടെ സൗണ്ട് മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. തെൻവീനിൻ്റെ സൗണ്ടിൽ നമ്മൾ പൂർണ്ണമായിട്ടും വാവിലേക്ക് ലയിപ്പിച്ചു കൊടുക്കുക കേട്ടോ. വഹുവ ശർറുൽ ലക്കും വാവുകളെ ചുണ്ടുകൾ സർക്കിൾ ചെയ്തിട്ട് ഓതാൻ ശ്രദ്ധിക്കുക. റാക്ക് വൊമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദ്ഗാം ബിലാഗുനയുടെ അക്ഷരമായിട്ടുള്ള ലാമ് വന്നു. തെൻവീനിലുള്ള നൂനിനെ നമ്മൾ ലാമിലേക്ക് ലയിപ്പിച്ചിട്ട് ഒന്ന കൊടുക്കാതെ ഓതുക. ഷർറുല്ലക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന കൊടുത്തിട്ട് ഓതരുത്. ഷർറുല്ലക്കും അതുപോലെ ഓതുക കേട്ടോ. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമാണ് വന്നിട്ടുള്ളത്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണ്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹ വന്നതുകൊണ്ട് അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. അയൻ കൊൽക്കലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അയനിൻ്റെ സൗണ്ട് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് കൊണ്ടുവരിക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. വഅൻതും വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളൊന്ന് സർക്കിൾ ചെയ്ത് പിടിക്കുക. നോൺ സാക്കിനയ്ക്ക് ശേഷം അഖ്ഫാൻ്റെ ലെറ്ററായിട്ടുള്ള താ വന്നിട്ടുണ്ട്. അപ്പോൾ നോൺ സാക്കിനയെ മറച്ചു വെച്ചിട്ട് മണിച്ചോതി കൊടുക്കുക. വഅൻതും നോതരുത്. വഅൻതും വഅൻതും ലാ തഅലമൂൻ. ഇവിടെ മീം സാക്കിനയ്ക്ക് ശേഷം ബ മീം എന്നീ രണ്ടക്ഷരങ്ങൾ ഒഴിച്ചിട്ടുള്ള ഏതക്ഷരം വന്നാലും മീം സാക്കിനെ നമ്മൾ വ്യക്തമാക്കി മണിക്കാതെ ഓതിക്കൊടുക്കണം. ഇൽഹാർ ഷഫവി മീം സാക്കിനയുടെ നിയമത്തിലുള്ള ഇൽഹാർ കേട്ടോ. വഅൻതും ലാ എന്ന് പറഞ്ഞിട്ട് അവിടെ മണിക്കരുത്. വഅൻതും ലാ തഅലമൂൻ ലാമിൻ്റെ കൂടെ മദ് വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. അയിൻ കൊൽക്കൊല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക. ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക കേട്ടോ. ഇനി മദ് 6 സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടിയിട്ട് വഖഫ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.